ചരിത്രത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ കമൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി അവിടേക്ക് വരുന്നുണ്ട്. കമലെ റെഡിയായോ നെയ്യ് ചോദിക്കുകയാണ് കേട്ടോ. സുധാകരൻ എവിടെ? കുളിക്കാനെ പറഞ്ഞ് പുറത്തേക്ക് പോയിട്ടുണ്ട് അമ്മേന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇവരെന്തുവരെ റെഡി ആയില്ലേ? എന്നും ഇങ്ങനെ തന്നെ. എങ്ങോട്ടെങ്കിലും പോവുക പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇവരെന്ന് പറഞ്ഞിട്ടൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അച്ഛമ്മ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓള് വിശ്വനും വിനായകനും ചായ കുടിച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട് അച്ഛനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അച്ഛൻ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വിശ്വൻ. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട് അല്ല മുത്തശ്ശി കല്യാണം കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിരുന്നല്ലേ, അപ്പോൾ അവർ വിളിക്കാണ്ട് പോകുന്നത് മോശമല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ആര് പറഞ്ഞു വിളിക്കാണ്ടേ പോകുന്നതെന്ന്? വിക്രമിനെയും വേദേനെയും കൂട്ടാൻ വേണ്ടിയിട്ട് പത്മവും സാവിത്രിയും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. കൂട്ടിക്കൊണ്ട് പോവാനോ? അപ്പം മുത്തശ്ശി ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണല്ലേ, അപ്പം അച്ഛമ്മ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ വിനായകൻ. അപ്പോൾ നന്ദിനി അതിൻ്റെ ഇടയിൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് അച്ഛമ്മയും വേദയുടെ വീട്ടിലേക്ക് ഞാനും ശ്രീചേട്ടത്തിയും കൂടി വന്നോട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഏയ് ഞാനൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താ ശ്രീചേട്ടത്തി, ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് പോവാം, ശ്രീചേട്ടത്തി വരണം, നമ്മൾ അവളുടെ വീടൊന്നും കണ്ടിട്ടില്ലല്ലോ, നമുക്ക് അവളുടെ വീടും പരിസരമൊക്കെ കണ്ടിട്ട് വരാനേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീജ പറയുന്നുണ്ട് എങ്ങനെ പരിചയമില്ലാത്തവരുടെ വീട്ടിൽ, പിന്നെ ഇങ്ങോട്ട് ഈ വീട്ടിലേക്ക് വന്നത് ശ്രീചേട്ടത്തി ഇവിടെ ഉള്ളവരെയൊക്കെ പരിചയപ്പെട്ടിട്ടല്ലേ, ഒന്ന് പോയിക്കോ ശ്രീചേട്ടത്തി, നമുക്ക് പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിശ്വം പറയുന്നുണ്ട് നീയും പോയിക്കോ, ഇല്ലെങ്കിൽ നീ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിനായകൻ പറയുന്നുണ്ട് നീയൊന്നും പോകണ്ട, നീ എന്തിനാ അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്ന് ചോദിക്കുന്നുണ്ട്. ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹം വെച്ച് പൂജിക്കുന്നത് വേദയും വിക്രമല്ലേ, അവർ പോയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് പോട്ടെടാ അവളും വന്നോട്ടെ, ബന്ധുക്കളായിട്ട് ബന്ധുത്വം സ്ഥാപിക്കുന്നതൊക്കെ നല്ലതാണ്, നീയും വന്നോ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ സന്തോഷത്തിലിരിക്കുകയാണ്. അങ്ങനെ അച്ഛമ്മ ഉമ്മറത്തേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ വിശ്വനാണിച്ചാൽ പണിക്ക് പോട്ടെ പറഞ്ഞിട്ട് വിശ്വനും ശ്രീജി അകത്തേക്ക് പോകുന്നുണ്ട്. വിനായകൻ ചോദിക്കുന്നുണ്ട് എന്താ നിൻ്റെ ഉദ്ദേശം? വല്ല പരിപാടി ഒപ്പിക്കാനാണ് പോകണമെന്ന് വെച്ചാൽ വേണ്ട കേട്ടോ നന്ദിനി ചോദിക്കുന്നുണ്ട്. അതിനിന്നെ ഞാൻ പോണത്, വർഷേച്ചി ആയി ആലോചിച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ, അവസരങ്ങൾ കിട്ടുമ്പോൾ മുതലാക്കണം വിനായകേട്ടാന്ന് പറയുന്നിട്ട് നന്ദിനി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ കാണിക്കുന്നത് മുത്തശ്ശീനെയും അച്ഛമ്മേനെയും മാഷിനെയാണ്. സുധാകരൻ മാഷ് അടിച്ച് പുറത്ത് പത്രം വായിച്ചിരിക്കാൻ കേട്ടോ. അച്ഛമ്മ വന്നിട്ട് പറയും നീ ഇതുവരെ റെഡി ആയില്ലേ, എന്താ സുധാകര, ഇപ്പോൾ വേദയുടെ വീട്ടുകാരൊക്കെ നമ്മളെ വിളിച്ചുകൊണ്ട് പോകാൻ വരും എന്ന് പറഞ്ഞിട്ട് നമ്മൾ റെഡി ആവാതിരിക്കുന്നത് മോശമല്ലേ? അതല്ല അമ്മേ, എന്നാലും എന്തോ എന്നാലും ഇല്ല, ഇനി നീ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കൂട്ടിയിരിക്കണ്ട, പോവാൻ തീരുമാനിച്ച പോകണം, നമ്മളെ കൂട്ടിക്കൊണ്ട് പോകാനല്ല അവർ വരുന്നത്, അപ്പം നമ്മൾ പോയേ പറ്റുള്ളൂ, നീ പോയി റെഡിയാവുക, ഇനി ഒന്നും ആലോചിക്കണ്ട, പറഞ്ഞിട്ട് സുധാകരനെ അകത്തേക്ക് വിടുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും വേദ കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വേദയോട് അച്ഛമ്മ ചോദിക്കുന്നുണ്ട് എന്താ വിക്രം എണീച്ചില്ലേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുന്നുണ്ട് ഞാൻ കുളിക്കാൻ വരുമ്പോൾ വിളിച്ചതാണ്, പിന്നെ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല അച്ഛമ്മേന്ന് പറയുന്നുണ്ട്. ഈ ചെക്കനെ കൊണ്ട് ഞാൻ തോറ്റു, അപ്പം ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട് അവനെ പറഞ്ഞിട്ട് അച്ഛമ്മ വിക്രമിനെ വിളിക്കാൻ പോകുന്നുണ്ട്. വിക്രമാണെന്ന് വെച്ചാൽ അവിടെ എണീച്ചിരിക്കുന്നുണ്ട് കേട്ടോ, ഒരു മടിയായിട്ട് എന്ത് ചെയ്യണം എങ്ങനെ ഇപ്പോൾ ഇവിടുന്ന് മുങ്ങാനൊക്കെ ആലോചിച്ചിരിക്കുന്ന പോലെ വിക്രം ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മ വന്നിട്ട് പറയും എന്താ വിക്രം നീ ആലോചിച്ചിരിക്കുന്നത്, പോയി റെഡിയാവ്, കുളിക്ക് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ വിക്രം ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. നീ എന്തൊക്കെ ആലോചിച്ചിട്ട് ഇതൊക്കെ മുടക്കാൻ നിന്നാലും ഇന്ന് നീയും വേദയും അവളുടെ വീട്ടിൽ പോയിട്ട് ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹം അവിടെ വെച്ച് പൂജിക്കും, അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, ഇനി നീ എന്തൊക്കെ തകിടം മറിഞ്ഞ് ആലോചിച്ചിരുന്നാലും നീ കൊണ്ട് ഞങ്ങൾ പോവുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. മതി, പോയി കുളിച്ചിട്ട് വായോ പറഞ്ഞിട്ട് അവനെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് മുത്തശ്ശീനെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും വേദയുടെ വീട്ടിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടാവും കേട്ടോ. വേദയുടെ മുത്തശ്ശിയും അമ്മയും വന്നിട്ടുണ്ടാവും. പിന്നെ അവരേനൊക്കെ സ്വീകരിച്ച് വീടിൻ്റെ ഉള്ളിലിരുത്തി ചായയൊക്കെ കൊടുത്ത് എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വേദയും വിക്രമും കൂടി വിളക്ക് വെക്കുന്നുണ്ട്. അവിടെ വെച്ചിട്ട് ശ്രീരാമൻ്റെയും സീതയുടെയും വിഗ്രഹത്തിന് മുന്നിൽ വിളക്ക് വെക്കുന്നുണ്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട്. വിക്രമിന് ഒട്ടും താല്പര്യമില്ല കേട്ടോ ഒന്നിനും, ഒരു മടി വിചാരിച്ചിട്ടാണ് വിക്രമൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവരെയൊക്കെ കൂട്ടിയിട്ട് 2 കാറിലായിട്ട് വേദയുടെ വീട്ടിലേക്ക് ഇവർ പോവുകയാണ്. അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വരികയല്ലേ, അപ്പോൾ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഒരുക്കങ്ങൾ ചെയ്യാനുണ്ട്, ഇപ്പോൾ വരാം, നിങ്ങൾ ഇവിടെ നിൽക്കുകൊണ്ട് എല്ലാവരും അവിടെ നിർത്തിയിട്ട് അമ്മയും മുത്തശ്ശിയും കൂടി അകത്ത് പോവാണ് കേട്ടോ. അപ്പോൾ അകത്താണെന്ന് വെച്ചാൽ ശ്രീകാന്തും ശങ്കരനാരായണും ദീപ്തിയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വണ്ടി വന്ന സൗണ്ട് കേട്ടപ്പോൾ ദീപ്തി വേഗം ബാൽക്കണിയിൽ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ദീപ്തി വന്നിട്ട് പറയുകയാണ് അച്ഛാ എല്ലാവരും ഉണ്ട്, എല്ലാവരും വന്നിട്ടുണ്ട് അച്ഛാന്ന് നല്ല സന്തോഷത്തിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുന്നത് എല്ലാവരും ഉണ്ടോ?
ആ എല്ലാവരും ഉണ്ട്. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് എന്താ ഇവരുടെ ഉദ്ദേശം, അച്ഛൻ ഇവിടെ ഇരുന്നാൽ മതി, അച്ഛൻ എവിടേക്കും ഇറങ്ങണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം മുത്തശ്ശി വന്നിട്ട് പറയുന്നുണ്ട് എന്താ നീ എണീക്കാത്തത്, വായു അവരെ സ്വീകരിക്കണ്ടേന്ന് പറയുമ്പോൾ ഒന്നും പറയാതെ ശങ്കരനാരായണ അവിടെ തന്നെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഒരുമാതിരി പോക്കിരിത്തരാണ് കേട്ടോ. അവർ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നിട്ട് അവരെ സ്വീകരിക്കാൻ നീ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മുടെ അതിഥികളാണ്, അവർ നമ്മളെ വിശ്വസിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്നത് മോശമാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് കേട്ടോ, അതിന് അച്ഛനോട് ആലോചിച്ചിട്ടല്ലല്ലോ മുത്തശ്ശി ഇതൊക്കെ ചെയ്തത്, അപ്പോൾ അച്ഛൻ വരേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ എന്ത് കണ്ടിട്ടാണ് മുത്തശ്ശി അവനേക്ക് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പത്മം വിളക്കൊക്കെ എടുത്തിട്ട് പൂജാമുറിയിൽ നിന്ന് വിളക്കൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് അമ്മ ഇങ്ങോട്ടേ ഈ താലം വിളക്കൊക്കെ ആയിട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പത്മ പറയുന്നുണ്ട് നീ വരുന്നില്ലെങ്കിൽ വേണ്ട, ശങ്കരേട്ടൻ വായു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അച്ഛൻ വരില്ല എന്ന് ശ്രീകാന്ത് പിന്നെയും പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് മതി ശ്രീകാന്തേ നിർത്ത്, ഞാൻ വരാം അമ്മയെ പറഞ്ഞിട്ട് ശങ്കരനാരായണൻ എണീച്ച് പോവാണ് കേട്ടോ. അപ്പോൾ ദീപ്തി അവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നീ ഇല്ലേ ചോദിക്കുന്നുണ്ട്. ആ ഞാനുണ്ട്, ഞാൻ വരാതെ പറഞ്ഞിട്ട് ദീപ്തിയും പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരേനെയൊക്കെ താലൊക്കെ എടുത്ത് വരവേൽക്കാൻ വേണ്ടിയിട്ട് ഇവർ വരുമ്പോഴേക്കും ഇവർ കുറേ നേരമായാലും ഉമ്മർത്ത് നിൽക്കുന്നു, ഇവർക്ക് മടുക്കാൻ തുടങ്ങി കേട്ടോ. മുത്തശ്ശി കാണിച്ചാൽ ഓരോ വീഡിയോ ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ മാഷിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. മാഷ് പറയുന്നുണ്ട് അമ്മയൊന്നും നിർത്തൂ, എന്തിനിങ്ങനെ ആവശ്യമില്ലാത്ത വീഡിയോ ഒക്കെ എടുത്തിടുന്നത്, അതൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട് കേട്ടോ. നീ ഒന്നും മിണ്ടാതിരുന്ന അതിനൊന്നും കുഴപ്പമില്ല, വേദമോളെ ഈ വീട് മൊത്തം എന്നെ ചുറ്റി കാണിച്ച് വീഡിയോ എടുത്ത് തരണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ എത്ര നേരമായി നിൽക്കുന്നു, ഇങ്ങനെ അപമാനിക്കാനാണെച്ചാൽ അത് നിങ്ങൾ മുൻകൂട്ടി കാണണ്ടായിരുന്നു, നിൻ്റെ അമ്മയുടെ പ്ലാനല്ലേ ഇതൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മാഷ് കുറ്റപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അങ്ങനെ ആരെ അപമാനിച്ചിറക്കി വിടൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് പറഞ്ഞു കഴിയുമ്പോഴേക്കും ഇവർ വിളക്ക് കയറ്റി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരെ ആരതി ഉള്ളിൽ കയറ്റുന്നുണ്ട്. അപ്പോൾ മാഷിനൊരു താല്പര്യമില്ലാത്ത പോലെ നിൽക്കണം കണ്ടപ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട് ആ സുധാകരൻ മാഷെ വായോ കയറി വായോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മാഷിനൊരു ചെറിയ ആശ്വാസമായി. അങ്ങനെ അവർ കയറി എല്ലാവരും ഇരുന്നു. മാഷിനെ ശങ്കരനാരായണൻ അയാളുടെ അടുത്ത് തന്നെ കൊണ്ടുവന്നിരുത്തുന്നുണ്ട്, ഇരിക്കും മാഷി എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ദീപ്തി വന്നിട്ട് ജ്യൂസൊക്കെ കുടിച്ചിരിക്കുമ്പം മുത്തശ്ശി പറയുന്നുണ്ട്, അല്ല അച്ഛമ്മ പറയുന്നുണ്ട് ഇനി നമുക്ക് വിഗ്രഹം പൂജാ റൂമിൽ വെച്ച് പൂജിക്കുക എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട് അതിന് മുന്നേ വേറൊരു പരിപാടിയുണ്ട്, ഒരു കടം തീർക്കാൻ ബാക്കിയുണ്ട് എന്ന് പറയാണ്. കടോ, അതെന്താ? അതൊക്കെ ഉണ്ട്, ശ്രീകാന്തേ നിൻ്റെ ഭാര്യ എവിടെ ചോദിക്കുന്നുണ്ട്. അവൾ മുകളിലുണ്ട്. എന്നാൽ അവളോട് കുട്ടീനെ എടുത്ത് താഴത്തേക്ക് വരാൻ പറയാൻ കേട്ടോ. ശങ്കര, വേദ വർഷയുടെ കുഞ്ഞിനെ കാണാൻ ആശുപത്രിയിൽ വന്നപ്പോൾ ശ്രീകാന്ത് അതിനെ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, നല്ല വിഷമിച്ചിട്ടാണ് മോളെന്ന് ഇറങ്ങിപ്പോയതെന്ന് പറയാൻ കേട്ടോ. ഇതൊന്നും ശങ്കരനാരായണനെ അറിയുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വേദേനെ ശങ്കരനാരായണൻ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് അവൾക്ക് കുട്ടീനെ എടുക്കണം, അത് കഴിഞ്ഞിട്ട് മതി നമുക്ക് ബാക്കിയൊക്കെ പറഞ്ഞിട്ട് കുട്ടീനെ എടുത്ത് വർഷ വരുമ്പോൾ കുട്ടീനെ വേദയ്ക്ക് കൊടുക്കാൻ പറയാൻ കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൂടി വേദയ്ക്ക് കുട്ടീനെ കൊടുക്കാൻ കേട്ടോ. വേദ വാങ്ങിയിട്ട് ആദ്യം വിക്രമിനെ കാണിക്കുന്നുണ്ട്, വിക്രം നോക്ക് കുഞ്ഞിനെ നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാവർക്കും നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ മാഷ് പറയുന്നുണ്ട് ആ കുഞ്ഞിന് മേടിച്ച് ആ ഗിഫ്റ്റ് കൂടി കൊടുക്കുക വേദ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശ്രീജ അതൊക്കെ എടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ട്, മാഷ് പറഞ്ഞിട്ടാണ് അതൊക്കെ ബാഗിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് ശ്രീകാന്തിന് കൊടുക്കുന്നുണ്ട്. ശ്രീകാന്ത് ഒരു താല്പര്യമില്ലാത്ത പോലെ അത് വാങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആകെ ചമ്മിയൊരു ഇതിൽ ശ്രീകാന്ത് നിൽക്കുന്ന സീൻ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഇവരെ കയറ്റുമ്പോൾ വേദേനെ വിക്രമിനെ കയറ്റുമ്പോൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറ്റുമ്പോൾ ശ്രീകാന്ത് കാല് കഴുകി കൊടുക്കുന്ന ഒരു സീനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതിൽ ശരിക്കും വിക്രമിൻ്റെ മുഖം കാണുമ്പോൾ വിക്രം വരെ യുദ്ധം ജയിച്ച പോലെയുള്ള ഫീലാണ് കേട്ടോ. ഉള്ളിലൊരു സന്തോഷം വരുന്നുണ്ട് വിക്രമിനും. അപ്പോൾ നല്ലൊരു എപ്പിസോഡാണ് ഇന്നത്തെ. ഇനി നാളത്തെ എപ്പിസോഡിലാവും ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത്. വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്